ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ ഡ്രാമയാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അങ്ങനെ ചന്ദ്ര നമ്മുടെ ഭാമ പറഞ്ഞു രേവതിയാണ് പൈസ 2 ലക്ഷം രൂപ മോഷ്ടിച്ചത് എന്ന് നമ്മുടെ ഭാമ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുക. ഫോണിൽ കൂടി തകർപ്പൻ ഡ്രാമ കളിക്കുകയാണ് കേട്ടോ. മറുവശത്ത് നിൽക്കുന്ന ഭാമയ്ക്ക് കൂടി ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് കേട്ടതും, അതായത് നമ്മുടെ ഭാമ പറഞ്ഞതുപോലെ നമ്മുടെ ചന്ദ്ര അവിടെ അവതരിപ്പിക്കുകയാണ് രേവതിയാണ് പൈസ എടുത്തതെന്ന്. ഇത് കേട്ടത് രേവതി ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവോ, ഞാൻ പൈസ എടുത്തെന്നോ, വല്ലാത്തൊരവസ്ഥ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്താണ് ഈ ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നത്? നീ എന്താ പറയുന്നത്? രേവതി ക്യാഷ് എടുത്തെന്നോ? അത് പിന്നെ രവിയേട്ടാ മിണ്ടാതിരുന്നേ, ഭാമ സംസാരിക്കുന്നു, ഞാൻ ഒന്ന് ഭാമയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഫോണിൽ സംസാരിക്കുക. എന്റെ പൊന്നു ഭാമ, രേവതി പൂതരാനല്ലേ അങ്ങോട്ടേക്ക് വന്നത്, അവള് ക്യാഷ് എടുത്തെന്ന് എങ്ങനെ നിനക്ക് പറയാൻ സാധിക്കുന്നു, നിനക്ക് എങ്ങനെ പറ്റും പറയാനെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര ഡ്രാമ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി ഫോൺ അങ്ങ് പിടിച്ചു മേടിച്ചിട്ട്, അതെ ആന്റി, രേവതി അല്ല ക്യാഷ് എടുത്തത്, അവള് അങ്ങനെ ചെയ്യില്ല. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ, ഇവളെ കൊണ്ട് തോറ്റല്ലോ, ഞാൻ എന്താ ഇനി സച്ചിയോട് പറയുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭാമ മറുവശത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാം. അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, രേവതിനെ കുറിച്ച് എന്താ നിങ്ങൾ വിചാരിച്ചത്? അവള് കാശ് എടുത്തോളൂ, അവൾക്ക് അങ്ങനെ കാശ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പിന്നെ സച്ചി, ഇല്ല സച്ചി, അത് പിന്നെ അത് പിന്നെ ഷെൽഫില് വെച്ച ക്യാഷ് കാണുന്നില്ല. ക്യാഷ് കാണുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കണം, അല്ലാതെ അത് ഇവളുടെ തലയിൽ വലിച്ചിടാനല്ല നോക്കേണ്ടത്. എന്തെടുത്താലും രേവതി രേവതി രേവതി, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലേ? ഭാമയാന്റിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. ഭാമയാന്റി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രേവതിക്ക് ഈ വിവരം അറിയില്ല, അവൾ അങ്ങനെ ചെയ്യത്തില്ല, മറ്റുള്ളവരുടെ 1 രൂപ പോലും അവൾ ആഗ്രഹിക്കാറില്ല. നിങ്ങളുടെ ക്യാഷ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കുക, എന്നിട്ട് രേവതിയുടെ പേരിൽ ഒരു പരാതി കൊടുക്കുക, ഞാൻ അവിടെ വന്നോളാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ. ഭാമയാണ് അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുക. ഭാമ ഇത് വല്ലതും അറിയുന്നോ? ഇത് മൊത്തം നമ്മുടെ ചന്ദ്രയുടെ ഡ്രാമയല്ലേ, ഫോൺ പിടിച്ചു മേടിക്കുകയും ചെയ്തല്ലോ നമ്മുടെ സച്ചി. അപ്പൊ ഭാമയ്ക്കൊന്നും പറയാനും പറ്റത്തില്ല. ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, രേവതി അടുത്ത് ക്യാഷ് എടുക്കില്ലെന്ന് ഭാമയാന്റിക്ക് അറിയാലോ, മിക്കവാറും ഇത് ഭാമയാന്റി അല്ല പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയും പറഞ്ഞു, അത് ശരിയാ ശ്രീകാന്തെ പറയുന്നത്, ഭാമയാന്റി അങ്ങനെ പറയില്ല, ഈ സ്ത്രീ എന്റെ അമ്മ അങ്ങനെ പറയും. അപ്പൊ നമ്മുടെ രേവതി അങ്ങോട്ട് കരയാതെ തുടങ്ങി. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, രേവതി നീ കരയല്ലേ, എന്തിനാ നീ കരയുന്നത്, നീ കരയാതിരിക്കുക. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റുമോ? രവീന്ദ്രന് ദേഷ്യം വന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്ര, രേവതി മോള് ക്യാഷ് എടുത്തിട്ടില്ല, നീ വെറുതെ അനാവശ്യം പറഞ്ഞു പരത്തരുത്. അതിന് ഞാനല്ലല്ലോ, ഭാമയല്ലേ പറഞ്ഞത്. ഇവള് ഉണങ്ങാനിട്ട തുണി എടുത്ത് മുറിയിൽ കൊണ്ടുവച്ചിരുന്നു, അതാ ഭാമയ്ക്ക് സംശയമായത്. ഇതിലിപ്പോ എന്താ തെറ്റ്? അത് ആരായാലും സംശയിക്കത്തില്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, നിർത്തിക്കോ, അതാ നിങ്ങൾക്ക് നല്ലത് എന്ന് സച്ചി. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യുമോ അച്ഛാ? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ എത്ര വീട്ടില് പൂവും കൊണ്ട് പോകുന്നതാ, ഞാൻ ഒരു വീട്ടിലും ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല, എനിക്ക് അന്യന്റെ മുതൽ ആഗ്രഹിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴത്തേക്ക്, പറഞ്ഞല്ലോ മോള് കേട്ടത്, അവൾ ആരുടെയും മുതൽ ആഗ്രഹിച്ചിട്ടില്ല, അതുകൊണ്ട് നീ വെറുതെ ഓരോ പേരുദോഷം രേവതിയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ നോക്കണ്ടെന്ന് പറയുമ്പോ, പിന്നെ എന്ത് പേരുദോഷം? ഇവക്ക് മൊത്തം പേരുദോഷങ്ങളാ ഉള്ളത്. ഇവളുടെ അനിയൻ ക്യാഷ് മോഷ്ടിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഭാമ വിചാരിച്ചത് ഇവളാ എടുത്തതെന്ന്. അച്ഛൻ നിർത്താൻ പറ, ഇതിനപ്പുറം പറഞ്ഞോണ്ടല്ലോ വല്ലതും ഒക്കെ വിളിച്ചു പറയും, അമ്മയാണെന്നൊന്നും ഓർക്കത്തില്ല. എന്തിനാ മോഷ്ടാവിന്റെ കുടുംബം എന്നും പറഞ്ഞ് രേവതിയെ വെറുതെ കളിയാക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവൻ പൈസ എടുത്തോണ്ട് ഓടിയല്ലോ, അപ്പൊ പിന്നെ ഇതെന്താ, മോഷ്ടാവിന്റെ കുടുംബമല്ലേ, ഇവിടെ ഉള്ളവരെല്ലാം മോഷ്ടിക്കുന്നവരല്ലേ, അങ്ങനെ പറയത്തില്ലേ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കുവോ? ഇവിടെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രക്കൊന്നും യാതൊരു അക്ഷരവും പറയാനില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറഞ്ഞു, പൂ കൊടുക്കാൻ വേണ്ടിയല്ലേ രേവതി ചേച്ചി അങ്ങോട്ടേക്ക് പോയത്, രേവതി ചേച്ചി ക്യാഷ് എടുക്കുന്ന ആരും കണ്ടില്ലല്ലോ, രേവതി ചേച്ചിയാ മോഷ്ടിച്ചതെന്ന് പിന്നെ എന്താ അർത്ഥത്തിലാ നിങ്ങളൊക്കെ കൂടി പറയുന്നത്? ഇതിനൊക്കെ വല്ല അർത്ഥമുണ്ടോ? വെറുതെ രേവതി ചേച്ചിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന എന്തിനാ? ആന്റി ആ വീട്ടിലുണ്ടായിരുന്നല്ലോ, ആന്റി ആ ക്യാഷ് എടുത്തതെന്ന് സംശയിച്ചൂടെ ഭാമയാന്റിക്ക്? ഞാൻ എടുത്തല്ലോ, എന്താ വർഷം നീ പറയുന്നത്? രേവതി ചേച്ചി ഇന്ന് വരെ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടില്ല, പക്ഷെ ആന്റി അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് ആന്റി ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറിട്ടോ വർഷ പറയുന്നത് കേട്ടിട്ട്. അങ്ങനെ നമ്മുടെ വർഷ പറഞ്ഞു, രേവതി ചേച്ചിനെ അല്ല ആന്റിയെ സംശയിക്കേണ്ടത്. നീ എന്താണ് പറയുന്നത്? എന്താ ആന്റിനെ പറഞ്ഞപ്പോ ആന്റിക്ക് പൊള്ളുന്നുണ്ടോ? ഇതുപോലെ തന്നെയാ, മറ്റുള്ളവരെ പറയുമ്പോ മറ്റുള്ളവർക്കും പൊള്ളും.
വലിയ ആവേശത്തില രേവതി ചേച്ചിയെ മോഷ്ടിച്ചതെന്നൊക്കെ പറയുന്നത്. ഇവിടെ രേവതി ചേച്ചി അല്ല മോഷ്ടിച്ചത്, ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ ആർക്കാണെങ്കിലും വിഷമം വരില്ലേ? ആ ഒരു വിഷമം തന്നെയാ രേവതി ചേച്ചി ഇപ്പൊ അനുഭവിക്കുന്നത്. രേവതി ചേച്ചി തെറ്റ് ചെയ്തിട്ടില്ല, രേവതി ചേച്ചി ആരുടെയും മുതൽ ആഗ്രഹിക്കത്തുമില്ല. ഞാനും രേവതി ചേച്ചി തമ്മിൽ മിണ്ടാറൊന്നുമില്ല. പക്ഷെ ന്യായമെന്ന് പറയുന്ന എന്നുണ്ടെങ്കില് ഞാന് അവിടെ സംസാരിക്കും. പിന്നെ ഒരു തെളിവും ഇല്ലാതെ ആരെയും പഴി ചാരരുത്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് രേവതിനെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ ചന്ദ്രമതി നീ ഏതും വിളിച്ചു പറയുന്നത്? അത് പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്റെ 30 വർഷത്തെ ഫ്രണ്ടാ അവള്. ഞാൻ ഇനി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഡാൻസ് ക്ലാസ് നടത്താൻ വരെ ആ വീട് എനിക്ക് വിട്ടു തന്നതാ. ക്യാഷ് എടുത്തിട്ടുണ്ട്, ഇവളോട് കൊണ്ട് വെക്കാൻ പറ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, രേവതി അതിനൊരു പെണ്ണല്ല. ഞാൻ പറഞ്ഞു ചന്ദ്ര, നീ ഇത് ആവർത്തിക്കരുത്, നിർത്തിക്ക നിന്റെ സംസാരം. ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോ. രേവതി എടുത്തു എന്ന് വെറുതെ പറയരുത്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ചോദിച്ചപ്പോ എല്ലാം നിനക്ക് ഊരി തന്നെ കൊച്ചായത്. എന്നിട്ട് നിന്റെ മോനെടുത്ത് അത് വിൽക്കാൻ കൊടുത്തില്ലേ? നിന്നത്തോടെ സ്വർണത്തോടും പണത്തിനോടും ആർത്തിയുള്ള കൊച്ചൊന്നും അല്ല അവള്. എന്നിട്ട് അവളെ കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തുന്നത്, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നത്? അപ്പോഴത്തേക്ക് രേവതി ഭയങ്കരമായിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെയ്യാത്തൊരു കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് വേറൊരു ലെവല് തന്നെയാണ്. ഈ സമയത്ത് ചന്ദ്ര, എനിക്കിത് കൂടുതലൊന്നും അറിയത്തില്ല. ഇവള് വന്നു പോയതോടുകൂടി ക്യാഷ് കാണാതായത്. ആ ക്യാഷ് സച്ചി രേവതി ചേർന്ന് കൊടുക്കുക തന്നെ വേണം. എന്താ ചന്ദ്ര നീ പറയുന്നത്? രേവതി പറഞ്ഞു, അച്ഛ എന്താ അച്ഛ ഇത്? എന്തൊരു വിധിയാ ഇത്? ഒരു ദിവസം പോലും സമാധാനം കിട്ടാത്ത അവസ്ഥയാണല്ലോ. എല്ലാ ദിവസവും എനിക്കെന്താ ഇങ്ങനെ? എന്തിനാ എന്റെ ദേഹത്ത് എല്ലാവരും കൂടി ഇങ്ങനെ പഴിചാരുന്നത്? ഞാൻ എടുത്തിട്ടില്ല അച്ഛൻ, ഞാൻ എടുത്തിട്ടില്ല, എനിക്കിതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, എന്തിനാ നീ കരയുന്നത്? ഇവരങ്ങനെ പലതും പറയാം, അത് കേട്ട് നീ കരയാതെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, അവളപ്പ കള്ളക്കണ്ണീരങ്ങോട്ട് ഒഴിച്ചല്ലോ. എന്റെ ഈശ്വരൻ, ഞാൻ ഇനി എന്താ ചെയ്യുക? ഭാമയ്ക്ക് മുന്നിൽ ഞാൻ അപമാനിക്കപ്പെട്ടില്ലേ? രണ്ട് വലിയ കുടുംബത്തിൽ നിന്ന് വന്ന മരുമക്കൾ ഇവിടെ ഉണ്ട്. അവരെ കൊണ്ട് ഒരു പ്രശ്നമില്ല. ദാരിദ്ര്യം പിടിച്ച് ഇവളെ കൊണ്ട് എനിക്ക് എപ്പോഴും പ്രശ്നമാണല്ലോ. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? രവിയേട്ടാ, ഇവളോട് കാശ് കൊടുക്കാൻ പറ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ക്യാഷ് കൊടുക്കട്ടെ. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, മര്യാദയ്ക്ക് അങ്ങനെ മിണ്ടാതെ ഇരുന്നവിടെ. ഇത് പുതിയ കള്ളക്കഥ കഴിഞ്ഞേക്കുന്നതാണോ തോന്നുന്നത് അച്ഛാ? ക്യാഷ് കൊടുക്കണം പോലും. ഈ ക്യാഷ് പോയത് നിങ്ങളുടെയാണെന്ന് തോന്നുന്നത്. നിങ്ങളുടെ കരച്ചിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് വരിക. നിങ്ങൾ ഉണ്ടാക്കി പറയുന്നത് അത് ഉറപ്പാ. ആരുടെയും പൈസ കാണാതെ പോയിട്ടില്ല. എന്റെ പൊന്നോ, ക്യാഷ് കാണാതെ ആയിട്ടുണ്ട്. ഞാൻ സത്യ പറയുന്നത്. ഇവര് രണ്ടുപേരും ഈ വീട് വിട്ടു പോകാനായിരിക്കുമല്ലോ ചന്ദ്രൻ നീ അടുത്ത അടവ് ഇറക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ നീ ഇവിടുത്തെ ഭാമയുടെ വീട്ടിലേക്ക് പോയി ഇവരെ പറഞ്ഞയക്കാൻ വേണ്ടി. അതും നടന്നില്ല. അപ്പം വീണ്ടും നീ അടുത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരിക. അയ്യോ അല്ല എന്റെ പൊന്നു രവിയേട്ടൻ, ഞാൻ അങ്ങനെയൊന്നും പറയുന്നതല്ല. ഇവള് വന്നതിന് ശേഷമാണ് ക്യാഷ് കാണാതെ പോയത്. എന്റെ പൊന്നു ചന്ദ്രമതി, നീ ഇങ്ങനെ കുടുംബത്തിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാതെ. എനിക്ക് ജീവന് ഉള്ളിടത്തോളം കാലം രേവതിയും സച്ചിയും ഈ വീട്ടിൽ തന്നെ കാണും. നീ വെറുതെ ഓരോ കള്ളം പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്താനും പഴിചാരാനും വെറുതെ നോക്കണ്ട. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഇവർ ഈ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞ് കാണും. അങ്ങനെ ഞാന് ഇല്ലാതെ വന്നിട്ടുണ്ട് ചിലപ്പോ ഇവര് പോവായിരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാല്. അല്ലാതെ ഇവര് പോവത്തില്ല എന്നിങ്ങനെ പറയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛ ആരും എവിടെയും പോകുന്നില്ല അച്ഛ. രേവതിനെ വെറുതെ കരയിപ്പിക്കാതെ അമ്മ ഒരു കാര്യം ചെയ്യാം, മാറിപ്പോ. അമ്മയ്ക്ക് 2 ലക്ഷം രൂപ വേണമെങ്കിൽ എവിടെന്നെങ്കിലും ചെന്ന് ഉണ്ടാക്കിക്കോ, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഉണ്ടാക്കി ബാമയാറ്റിക്ക് കൊടുക്കുക. അല്ലാതെ ഇവിടെ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും വരണ്ട. അതിന് ഞാനിട്ട് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യം വന്ന് അങ്ങ് പോയിട്ടോ. ചന്ദ്രയ്ക്കാണെങ്കിൽ ഇതിൽ പരം വിഷമം വേറെ ഒന്നുമല്ല, ചന്ദ്രയുടെ പൈസയാണല്ലോ, അതോർത്തിട്ടാണ് ഇത്രയും വിഷമം. ഏതായാലും ചന്ദ്രയുടെ ഈ വിഷമം കണ്ടിട്ട് നമ്മുടെ ശ്രുതിയും അങ്ങോട്ട് സമാധാനിപ്പിക്കാൻ ചെല്ലാണ്. സാരമില്ല അമ്മേ, സാരമില്ല, പോട്ടെ. ആ 2 ലക്ഷം രൂപ ഇനി ഇത് എന്ത് ചെയ്യാനാ? ഭാമയ്ക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ഭാമയാന്റിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട 2 ലക്ഷം രൂപ ഈ കള്ളീനെയൊക്കെ ആരെങ്കിലും വീട്ടിൽ കയറ്റുവോ? അന്ന് ഞാൻ ഇവിടെ കല്യാണം കഴിക്കാതിരുന്നത് കാരണം ഇത് തന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ശ്രുതി അതും ഇതുമൊക്കെ പറയും. ഏതായാലും എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ചന്ദ്ര ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? 2 ലക്ഷം രൂപ ആരുടെന്ന് മേടിക്കും? ഇതാണ് പറയുന്നത്, ഓസിന് കിട്ടിയ ആസിഡും കുടിക്കരുത്. ഓസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒതകത്തില്ല, നമുക്ക് ഉള്ളത് മാത്രമേ നമുക്ക് ഒതകത്തുള്ളൂ. അങ്ങനെ മറ്റുള്ളവരുടെ ശാപം കിട്ടിയ ആ ഒരു പൈസ കൊണ്ടുപോയി നമ്മുടെ ചന്ദ്രയ്ക്ക് ജീവിക്കാൻ നോക്കിയാൽ ചന്ദ്ര ജീവിക്കുവോ? ഒരിക്കലും ഇല്ല. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാണ് കേട്ടോ. എന്റെ ദൈവമേ, ഞാനൊന്നും ഇല്ലാത്തവളായതുകൊണ്ടല്ലേ എന്റെ കൃഷ്ണ ഇങ്ങനെയൊക്കെ അമ്മ സംസാരിക്കുന്നത്? എന്റെ ഭഗവാനെ, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ശ്രുതിയും വർഷയൊക്കെ അമ്മ ഇങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ലല്ലോ. അപ്പൊ സച്ചു വന്നിട്ട്, എന്റെ പൊന്നു രേവതി, നീ എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടാതിരിക്കുക.
അമ്മ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് പണ്ടേ ഉള്ള ശീലമല്ലേ. പിന്നെ എന്തിനാ നീ വെറുതെ ആ കാര്യം ഓർത്ത് വിഷമിക്കുന്നത്? അത് പിന്നെ സച്ചേട്ട, സത്യസന്ധമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമ്മുടെ കയ്യിൽ നിലനിൽക്കത്തുള്ളൂ എന്ന് അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട്. ആരുടെയും ഒന്നും ഇന്നേ വരെ ഞാൻ മോഷ്ടിച്ചിട്ടുമില്ല, ആരുടെയും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. സത്യസന്ധതയോട് കൂടി മാത്രമാണ് സച്ചേട്ട ഞാൻ ജീവിച്ചത്. എന്നിട്ടും എല്ലാവരുടെ മുമ്പിൽ കള്ളി എന്ന് പേര് കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞുണ്ടല്ലോ, അത് സഹിക്കാവുന്നതിനും അപ്പുറമല്ലേ. നീ ഇതൊക്കെ എന്നോട് പറയണോ രേവതി? എനിക്ക് നിന്നെ അറിയത്തില്ലേ? നിന്നേക്കാൾ കൂടുതൽ എനിക്ക് നിന്നെ അറിയാം. അത് പിന്നെ എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല സജ്ജേട്ടാ. ഒരു പരിധിയില്ല എല്ലാം സഹിക്കുന്നതില്. ഇനി ഇനി എനിക്ക് വയ്യ. ദേ, നീ ഇതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം നീ പൈസ എടുത്തിട്ടില്ല എന്ന്. അത് പിന്നെ വേറെ എന്തെങ്കിലും എന്നെ പറഞ്ഞോട്ടെ, എന്തും ഞാൻ കേൾക്കാം, കേട്ടോളാം, സാരമില്ല. എല്ലാവരുടെയും മുമ്പ് വെച്ച് വഴക്ക് പറഞ്ഞിട്ട്, പക്ഷെ ക്യാഷ് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ കളിയാക്കുമ്പോ, ഇങ്ങനെ പറയുമ്പോ ഞാൻ എങ്ങനെയാ സഹിക്കുന്നത്? എന്നെ കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുമോ? ദേ, നമ്മൾ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആരെന്തു പറഞ്ഞാലും ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയുക, അത് മാത്രം മതി. അല്ല, എന്നാലും ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഇത് വിശ്വസിക്കുന്നില്ലല്ലോ. ബാക്കി എല്ലാവരും വിശ്വസിച്ചിട്ടും അമ്മ മാത്രം ഇത് വിശ്വസിക്കുന്നില്ലല്ലോ. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആളുകൾക്ക് പറഞ്ഞ് ഉണ്ടാക്കാനും പറഞ്ഞ് കളിയാക്കാനും ഒക്കെ ഒരു കാര്യമായില്ലേ. അവരതും ഇതുമൊക്കെ പറയില്ലേ. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കൂല. പിന്നെ ഇത്തിരി കിട്ടിയിട്ടോടെ ഊതിപ്പെരിപ്പിക്കുന്ന ആൾക്കാരല്ലേ സച്ചേട്ട. എങ്ങനെ ഞാൻ പുറത്തിറങ്ങും? എങ്ങനെ ഞാൻ പൂ വിൽക്കും? എങ്ങനെ ഞാൻ എല്ലാവരുടെയും വീട്ടിൽ പോകും? പൂ കൊടുക്കുന്ന ചില വീടുകളിൽ പൂജാമുറിയിൽ പോലും ഞാൻ കയറാറുണ്ട്. അവിടെ പൂജാമുറിയിൽ കയറി ഞാൻ പൂ വെക്കാറുണ്ട്. അത്രയ്ക്ക് സ്നേഹമാണ് എന്നോട്, അത്രയ്ക്ക് വിശ്വാസമാണ് എന്നോട്. എന്നെ ഇങ്ങനെ കള്ളിയാക്കിയല്ലോ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവരുടെ വീടിന്റെ പരിസരത്ത് തന്നെ അടുപ്പിക്കുവോ? പരിസരത്ത് പോയിട്ട് അവരെന്നെ എന്റെ കയ്യിൽ നിന്ന് പൂ മേടിക്കുവോ? എന്റെ പൊന്നു രേവതി, നീ ഇങ്ങനെ കരയാതെ. അമ്മ പറയുന്നത് എല്ലാവരും അതേപടി വിശ്വസിക്കുവോ? ഒരിക്കലുമില്ല. നിന്നെ കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാ. ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ രേവതി, ഈ കേസ് ഇവിടെ വിടാൻ നോക്ക്. നീ വേണമെങ്കിൽ 2-3 ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിന്നോ. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നിന്നെ കണ്ടാൽ അമ്മ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിനക്ക് വേദനയാകും. മനസ്സമാധാനത്തോടു കൂടി നിനക്ക് ഇവിടെ ഒന്ന് ഉറങ്ങാനോ ഒന്ന് ആഹാരം കഴിക്കാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നീ വീട്ടിൽ പോയി നിൽക്കുക. അത് പിന്നെ ഞാനിവിടെ ഇല്ലെങ്കിലും അമ്മ പറയില്ലേ, അവള് തെറ്റ് ചെയ്തു, ക്യാഷ് മോഷ്ടിച്ചത് കൊണ്ട് അവള് വീട് വിട്ടു പോയത്, അവൾക്ക് എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ മടിയാണ് എന്നൊക്കെ. ഇത് എന്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമാവൂലേ? ദേവുവിന് വിഷമാവൂലേ? അവിടെ ചെന്ന് നിന്ന് എന്റെ അമ്മയുടെ മനസ്സമാധാനവും കൂടി ഞാൻ കളയേണ്ട ആവശ്യമുണ്ടോ? രേവതി, അതും ശരിയാ. അവരിപ്പോ തൽക്കാലം ഒന്നും അറിയണ്ട. നീ വീട്ടിൽ പോണ്ട, നീ ഇവിടെ തന്നെ നിന്നാ മതി. ഏതായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അല്ല അല്ല സച്ചേട്ടാ, ഞാൻ ഓർക്ക ഭാമയാന്റി ഒരിക്കലും എന്നെ കുറിച്ച് അങ്ങനെ പറയത്തില്ല. ഭാമയാന്റി അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് ഇത്രയും സങ്കടം തോന്നുന്നത്. ഭാമയാന്റിനെ ഞാൻ സത്യം പറഞ്ഞ എന്റെ അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. അവർക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ ഇത്രയും നാൾ കരുതിയത്. എന്നോട് സംസാരിക്കുന്നതും അതുപോലെ തന്നെ എപ്പോഴും സ്നേഹത്തോടു കൂടി മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ കരുതിയത്. പക്ഷെ ഇപ്പൊ അവര് നേരെ തിരിഞ്ഞു. അവരിങ്ങനെ പറഞ്ഞപ്പോഴേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചേട്ടാ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, അതിലാണ് എനിക്കും സംശയം രേവതി. ഭാമയാന്റിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഭാമയാന്റി ഒരിക്കലും അങ്ങനെയൊന്നും മറ്റുള്ളവരെ വിഷമിക്കുന്ന രീതി പറയത്തുമില്ല, ചെയ്യത്തുമില്ല. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഭാമയാന്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ഇതിന്റെ പിന്നിൽ എന്റെ അമ്മ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് പിന്നെ സച്ചേട്ട, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന്, ഒരിക്കലും ചെയ്യില്ല എന്ന് ഭാമയാന്റിക്ക് അറിയാം. പിന്നെ എന്തിനാ എന്നെ ഭാമയാന്റി സംശയിച്ചത്? അതല്ലേടി പറഞ്ഞത്, നീ ക്യാഷ് മോഷ്ടിച്ചെന്ന് ഭാമയാന്റി ഒരിക്കലും പറയില്ല. ഇത് അമ്മ തന്നെയാ പറഞ്ഞു പരത്തിയത്. അമ്മ തന്നെയാ ഭാമയാന്റിയോട് പറഞ്ഞതും. അല്ല, അമ്മ ഫോണിൽ സംസാരിക്കുന്നത് നീ ശ്രദ്ധിച്ചില്ലേ? ചോദിക്കുന്നതിന് മറുപടി പറയുന്നതും ചോദിക്കുന്നതും മറുപടി പറയുന്നതും എല്ലാം അമ്മ തന്നെ. അപ്പുറത്തുള്ള ആള് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഫോൺ വാങ്ങി ഭാമയാന്റിയോട് സംസാരിച്ചപ്പം അപ്പൊ ഭാമയാന്റി അപ്പപ്പ വെച്ചോണ്ടിരിക്കുന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. എന്തോ ഒരു കളി കളിക്കുന്ന പോലെ, എന്തോ ഒരു ചെറിയ പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട് രേവതി. ക്യാഷ് കാണാതായി, പക്ഷെ അത് നിന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി എന്തോ ഉദ്ദേശമുള്ളത് പോലെ ഇതിന്റെ ഇടയിൽ എന്തോ നടന്നിട്ടുണ്ട് രേവതി. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ കണ്ടുപിടിച്ചിരിക്കും. അത് പിന്നെ എവിടെ നടന്നാലും പഴി എനിക്കല്ലേ സച്ചേട്ടാ? ഞാനല്ലേ പഴി കേൾക്കുന്നത്. ഭാമയാന്റിയോട് സംസാരിക്കേണ്ട രീതി സംസാരിച്ചാല് ഭാമയാന്റി സത്യം പറയും. അതോറപ്പാ. ഞാൻ പോയി അവരൊന്ന് കണ്ടിട്ട് വരാം. നീ വിഷമിക്കാതിരിക്കുക, നീ സങ്കടപ്പെടുവൊന്നും വേണ്ട. പിന്നെ നീ പരമാവധി അമ്മയുടെ മുമ്പിൽ പോകാതിരിക്കുക. അമ്മയുടെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഓരോന്ന് ഇങ്ങനെ പറയും. പിന്നെ പറഞ്ഞാൽ നീ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട്, വേണ്ട കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചാൽ മതി, അല്ലാത്തതെല്ലാം മറു ചെവി കൂടെ തള്ളിക്കളയണത്. അത് നീ കരുതിയാൽ മതി എന്ന്.
ഏതായാലും ഈ സമയം നമ്മുടെ രേവതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, അതായത് റൂമിൽ നിർത്തിയിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് സച്ചി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പാവം എന്ത് വേദനയാണ് അത് അനുഭവിക്കുന്നത്, സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ദൃഢനിശ്ചയം എടുക്കാൻ കേട്ടോ നമ്മുടെ സച്ചി. കാരണം രേവതിയുടെ സങ്കടം കാണാൻ പറ്റില്ല സച്ചിക്ക്. ഏതായാലും ഈ സമയത്ത് രേവതി ഭയങ്കര കരച്ചിലും വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് പിന്നെ ശ്രുതിനെ കേട്ടോ കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ ഇരിക്കുകയാണ്. പകുതി ആശ്വാസം ഉണ്ടല്ലോ ശ്രുതിക്ക്, ഇനിയിപ്പൊ പേടിക്കാനില്ലല്ലോ, പൈസ എടുത്ത രേവതിയാണെന്ന് വരുത്തി തീർത്തല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി പേടിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് ആശ്വാസപ്പെട്ടിരിക്കുക. എന്നാലും ഒരു ചെറിയ പേടിയുണ്ട് ഉള്ളിന്റെ ഉള്ളില്. കേസ് വല്ലതും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവുമല്ലോ. കാരണം കേസ് അന്വേഷിക്കും, പിന്നെ നമ്മുടെ ശ്രുതിനെ പോലീസ് പിടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആകെപ്പാടെ പേടിയാണ്. ആ പൈസ ഭാമയുടെ പൈസയാണെന്നാണ്, അല്ല സോറി, ഭാമയുടെ പൈസയാണെന്നാണ് ഭാമ പറയുകയും ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ കേസ് അന്വേഷണം പോകാമല്ലോ. അപ്പൊ ആകെപ്പാടെ വല്ലാത്ത പേടിച്ച് കരച്ചിരിക്കുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോഴത്തേക്ക് ശ്രുതി അങ്ങോട്ടേക്ക് കയറി വന്നിട്ട്, ഇത് രേവതി തന്നെയാ പൈസ എടുത്തത്, അത് ഉറപ്പാ, പോലീസിന്റെ അടുത്ത് കേസ് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സത്യം മണി പോലെ രേവതി പറയും. നമുക്ക് ഒരു കാര്യം ചെയ്താലോ, ഭാമയാന്റിനെ വിളിച്ചിട്ട് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞാലോ? അയ്യോ, എന്തിനു നമ്മളെ വിളിച്ച് പറയുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ, നമുക്കിതിൽ ഇടപെടുവൊന്നും വേണ്ട. അത് പിന്നെ ശ്രുതി, ഭാമയാന്റിയുടെ ഫ്രണ്ട് അല്ലേ അമ്മ. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ഈ കാര്യത്തിൽ നല്ല വിഷമ. അമ്മയുടെ വിഷമം അത് നമ്മുടെയും കൂടെ വിഷമമല്ലേ. അപ്പൊ അത് കാണാതിരിക്കാൻ പറ്റുമോ? എങ്കിൽ പിന്നെ അമ്മയോടൊപ്പം പോയി ആ മുറി പോയിരുന്ന് കരയെ. എന്റെ പൊന്നെ, മനുഷ്യനിവിടെ തീ തിന്ന് നിൽക്കോ, അപ്പഴാ ഓരോന്ന്. നീ എന്താ പറഞ്ഞത്? നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ, എന്നെ ഒന്ന് വെറുതെ വിട് എന്ന് പറഞ്ഞ് ദേഷ്യം എന്നും കലി തുള്ളി അങ്ങോട്ട് ശ്രുതി അങ്ങ് പോവുക. പുറകെ നമ്മുടെ ശ്രുതി നിക്കെന്ന് പറഞ്ഞുകൊണ്ട് പുറകെ പോകുന്നു കേട്ടോ. ശ്രുതിക്കല്ലേ അറിയത്തുള്ളൂ ശ്രുതിയുടെ ടെൻഷനും വെപ്രാളവും പരവേശവും ഒക്കെ. കള്ളത്തരം ഇത്രയും വലുത് ചെയ്തുകൊണ്ട് നടക്കുകയാണല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ്, രേവതിനെ കുത്താൻ കിട്ടുന്ന ഒരവസരവും മനസ്സിലല്ല ഒരവസരവും പാഴാക്കാത്തവളെ, ഇവക്ക് ഇതെന്താ പറ്റിയത്? ഇവളിതെന്താ പോലീസിൽ പരാതി കൊടുക്കണ്ടെന്ന് പറയുന്നത്? എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എവിടെയൊക്കെയോ മണക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി നിൽക്കുകയാണ്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഭാമേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭാമയുടെ അടുത്തേക്ക് നമ്മുടെ സച്ചി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഭാമ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ആ സച്ചി ചെല്ലുന്നത്. ഭാമയാണെങ്കിൽ സച്ചിനെ കണ്ടതും പേടിച്ചു പോയില്ലേ. മനസ്സിലായി ഭാമയ്ക്ക് കാര്യം എന്താ, സത്യങ്ങൾ അറിയാനുള്ള വരവാണെന്ന്. ഭാമ പേടിച്ചു വിറച്ചിട്ട് സച്ചിനെ നോക്കുക. അപ്പോഴത്തേക്കും സച്ചി ചോദിച്ചു, എന്താ ആന്റി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടം, ഇരിക്കാൻ പോലും പറയുന്നില്ല? അല്ല മോനെ, നിന്നെ പെട്ടെന്ന് കണ്ടപ്പം ആദ്യമായിട്ടാണോ ആന്റി എന്നെ കാണുന്നത്? അല്ലല്ലോ, ചെറിയ പ്രായം മുതലേ എന്നെ കാണുന്നതല്ലേ. അല്ല മോനെ, ഇപ്പൊ ഞാൻ നിന്നെ പ്രതീക്ഷിച്ചില്ല, അതാ. അല്ല മോൻ ഇരിക്ക്, മോനെ കുടിക്കാൻ എന്താ വേണ്ടേ? ചായ വേണോ, ജ്യൂസ് വേണോ, എന്താ വേണ്ടത്? എനിക്കിപ്പോ തൽക്കാലം കുടിക്കാനൊന്നും വേണ്ട ആന്റി. അതെ, മനസ്സിപ്പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ആന്റി നടക്കുന്നത് ഈ ലോകത്തും വീട്ടിലും. ഓ, എന്തൊക്കെയാ നടക്കുന്നത്, ഒന്നും കാണാനുള്ള ശേഷിയില്ല. വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ആന്റിക്ക് എല്ലാം അറിയാലോ. രേവതിക്ക് നല്ല വിഷമമുണ്ടെന്നേ. ഭയങ്കര കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചില്. അവള് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു? സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല ഭാമയാന്റി. അത് പിന്നെ മോനെ, എല്ലാ പ്രശ്നവും ശരിയാകും. മോൻ വിചാരിച്ചാല് എല്ലാ പ്രശ്നവും ശരിയാകുന്നേ. അതെങ്ങനെ ഞാൻ വിചാരിച്ചാല്? അല്ല, രേവതിനെ സമാധാനപ്പെടുത്താൻ മോനെ കൊണ്ടല്ലേ പറ്റത്തുള്ളൂ. എന്നെ കൊണ്ട് മാത്രമല്ല, രേവതിനെ സമാധാനപ്പെടുത്താൻ ആന്റീനെ കൊണ്ടും പറ്റും. അതെ, നിങ്ങളുടെ നെഞ്ചത്ത് തൊട്ട് പറ, രേവതിയാണോ ഇവിടുന്ന് ക്യാഷ് എടുത്തത്? അവള് അങ്ങനെ ഒരു പെണ്ണാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭാമയാന്റി ഒന്ന് പറ. എന്റെ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, ശരിയാണ്. എന്റെ ആന്റിക്കും അവളെ ഇഷ്ടമല്ലേ? എന്റെ ആന്റി പറ. സത്യം പറയാലോ, എന്നെ ആന്റി ആയിട്ടല്ല, എന്റെ അമ്മയായിട്ടാ ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അറിയാലോ രേവതി അതുപോലെ തന്നെയാണ്. രേവതി ആർക്കും ഒരു ദോഷവും ചെയ്യാത്തവളാ. ആന്റി അവൾക്ക് വലിയ കാര്യമാ, അത്രയ്ക്ക് ഇഷ്ടാ. എന്നോട് എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്, ആന്റി നല്ലവളാണെന്നും ആന്റിക്ക് സ്നേഹം ഉണ്ടെന്നും ഒക്കെ. അമ്മ അവളെ എന്നും വഴക്ക് പറയുന്നത് ആന്റി കേൾക്കുന്നതല്ലേ. അമ്മ പറയുന്നൊന്നും അവൾ അത്ര കാര്യമാക്കാറില്ല. അത് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. പക്ഷെ ക്യാഷ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് അത് ഭയങ്കര വിഷമായി ആന്റി അവക്ക്. അവൾ അങ്ങനെ ചെയ്യുന്ന ആന്റിക്ക് തോന്നുന്നുണ്ടോ? അവൾ അങ്ങനെ ചെയ്യുവോ? പിന്നെ ആന്റി, ഈ വീട്ടിൽ നിന്ന് പാർലറെടുത്ത് വന്നു, എന്റെ അമ്മ വന്നു, എന്നിട്ട് അവനാരും എടുക്കാതെ എന്തിന് രേവതി എടുത്തു എന്ന് പറഞ്ഞു. അത് ഓർക്കുമ്പോഴെനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നെന്ന് പറഞ്ഞപ്പോ, അയ്യോ അവള് സത്യസന്ധയാണെന്നും അവള് അധ്വാനിച്ച് ജീവിക്കുന്നവളാണെന്നൊക്കെ എനിക്ക് അറിയാം സച്ചി. അല്ല പിന്നെ എന്താ ഇപ്പൊ പ്രശ്നം? അത് പിന്നെ അവള് ക്യാഷ് എടുത്തില്ലെന്ന് എനിക്കറിയാം.
പിന്നെന്തിനാ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് ഭാമ ആന്റി അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത് കേട്ടതും ഭാമ ഇങ്ങനെ ഞെട്ടി നിൽക്കാണ് കേട്ടോ. ഇനി എന്ത് പറയുന്നറിയാതെ. അപ്പൊ ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും നമ്മൾ പ്രമോ വിശേഷങ്ങൾ ഇപ്പൊ ഉച്ചയ്ക്ക് ഇടാറുണ്ട്. ഇന്നൊരു 3 മണിക്കാണ് നമ്മൾ പ്രമോ വിശേഷം ഉച്ചയ്ക്ക് ഇടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അലീനയുടെ അപ്കമിങ് വിശേഷം ഉച്ചയ്ക്ക് ഇടാറുണ്ട്. അത് റിയൽ സ്റ്റോറിക്കകത്താണ് കേട്ടോ. ഫുൾ വിശേഷവും പ്രമോ വിശേഷവും ഒക്കെ ഇടാറുണ്ട്. അപ്പൊ റിയൽ സ്റ്റോറിക്കകത്തും നമ്മുടെ ജിൽജിൽസിനകത്തുമാണ് ഇതൊക്കെ ഇടുന്നത്. അതുപോലെ തന്നെ പത്രമാറ്റം ഇടാറുണ്ട്. അതിനോടൊപ്പം കാട്ടുതെക്കിൽ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് റിയൽ സ്റ്റോറി ന്യൂവിനകത്താണ്. അപ്പൊ അതിന്റെ ലിങ്ക് ആരെങ്കിലും വേണമെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിൽ പോയി നോക്കിയാൽ അവിടെ ലിങ്ക് കിടപ്പുണ്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.